ഹലോ മുത്തുമണികളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? അപ്പൊ ഇന്ന് ഞാനുള്ളത് നമ്മളെ കോഴിക്കോട് കല്ലായി റോട്ടിലുള്ള ജാം ജോൺ എന്ന് പറഞ്ഞ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അതിന്റെ ഉള്ളിലുള്ള ഒരു ബേക്കറി ഷോപ്പിലാണ് കേട്ടോ. അപ്പൊ അതേ മുകളിൽ എഴുതി വെച്ചത് കണ്ടോ, രസകരമായിട്ട് ഇവിടെ ഉണ്ടാക്കിയതാട്ടോന്ന്. അപ്പൊ അത് തന്നെ സംഭവം. അപ്പൊ ഇവിടെയുള്ള ബേക്കറി മൊത്തം ഇവിടെ തന്നെ ഇവർ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മളെ എന്താ പറയുക, മനസ്സും കണ്ണൊക്കെ കുളിരുന്ന തരത്തിലുള്ള അടിപൊളി പിന്നെ പലഹാരങ്ങളാണ് നമ്മൾ മുമ്പ് കഴിച്ചതും ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ തരം പലഹാരങ്ങളുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാരും കാണണേ. അപ്പൊ അതേ മുമ്പ് തന്നെ ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത് നമ്മുടെ മധുരത്തിന്റെ പ്രേമികൾക്കുള്ളതാണ് കേട്ടോ. ലഡു, അതേപോലെ ഗീപ്പാക്ക്, അതേപോലെ കോഴിക്കോട് സ്പെഷ്യൽ അലുവ, ഗുലാബ് ജാമുൻ, അങ്ങനെ ഒരുപാട് പേട, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു പേടാണ് കേട്ടോ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മധുരത്തിൽ എനിക്ക് കൂടുതലായി ഇഷ്ടം ആ ഒരു ഇതാണ് കേട്ടോ. പിന്നെ മൈസൂർ പാക്കും വലിയ കുഴപ്പമില്ല, എന്നാലും പിന്നെ അതേപോലെ വിവിധ തരം പലഹാരങ്ങൾ നമുക്ക് കാണാം കേട്ടോ. അതായത് കേക്കാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മളെ എന്താന്ന് പറയാൻ പറ്റുമോ, ഇത് കയ്പുണ്ടല്ലോ, അത് പരിപ്പ് വടൊക്കെ പോലെ പൊരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ബീട്രൂട്ടിൻ്റെത് പിന്നെ വടയുണ്ട് ഇവിടെ. അതാണ് അധികം ആൾക്കാർ ഇവിടെ ചോദിച്ചു വരുന്നത് കേട്ടോ. അപ്പോൾ അതാ വിവിധ തരത്തിലുള്ള വടകൾ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന ഇത് ഉണ്ടല്ലോ, ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര പണിയുള്ള സംഭവമാണ് കേട്ടോ. ചുക്കപ്പം എന്നൊക്കെ പറയുമ്പോൾ വീട്ടിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റംസ് തന്നെയാണ്. എന്നാലും പിന്നെ മിക്സറുകൾ, അങ്ങനെ പല ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ. അങ്ങനെ ഓരോരോ ബോക്സിലായിട്ടും പിന്നെ മസാലക്കടല വിവിധ തരത്തിലും അതേപോലെ കട്ട് ചെയ്തിട്ടും അല്ലാത്ത ഒക്കെ ആയിട്ടുള്ള ചിപ്സുകൾ അങ്ങനെ കാണാം കേട്ടോ. ഈ ഒരു ബ്രെഡ് കണ്ടോ, ഇത് മിൽക്ക് ബ്രെഡ്. ഇത് നമ്മൾ സാധാ വാങ്ങുന്ന ബ്രെഡിനെക്കാട്ടിലും കുറച്ചുകൂടെ വലുപ്പത്തിലുള്ള ബ്രെഡാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കാനൊക്കെ നല്ല ഈസി ആയിട്ട് തോന്നി കേട്ടോ. പിന്നെ അതാക്കുന്ന ചിപ്സുകളുണ്ട്. പിന്നെ പൂളന്റെ ചിപ്സ് ആണ് കേട്ടോ. അങ്ങനെ അച്ചപ്പം എല്ലാം ഇവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ. കൊയലപ്പം കണ്ടില്ലേ, കൊയലപ്പം കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരുന്ന ഒരു ഐറ്റംസ് തന്നെയാണ് അല്ലേ. നല്ല ക്രിസ്പി ആയിട്ടുള്ള കൊയലപ്പവും നല്ല ചൂട് കട്ടാനും അടിപൊളി തന്നെ അല്ലേ. പിന്നെ അതാക്കുന്ന ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, കുക്കീസുകൾ, പല മോഡൽ കുക്കീസുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് ഇതിൽ ഇഷ്ടമായിട്ട് തോന്നിയത് മസാല കുക്കീസാണ് കേട്ടോ. മസാല കൊണ്ടുള്ള കുക്കീസ് നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാക്കണ കാണുമ്പോൾ തന്നെ കൊതിയാവുന്ന ഐറ്റംസുകളാണ് കേട്ടോ. അപ്പൊ ഇത് നോക്കിയ ഗൈസ് എങ്ങനെയുണ്ട്, ഇത് കറിവേപ്പിലന്റെ കുക്കീസാണ് കേട്ടോ. കണ്ടില്ലേ, ഡ്രൈ ആയിട്ടുള്ള കറിവേപ്പിലന്റെ കുക്കീസാണ് ഇത്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ, ഇത് അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പൊ ഇതാക്കുന്ന ബാക്കിയുള്ള കുക്കീസുകളൊക്കെ ഇതാ നമ്മൾ പിന്നെ ഒരുവിധം നമ്മൾ കാണുന്ന കുക്കീസുകളൊക്കെ തന്നെയാണ്, എന്നാലും പല തരത്തിലുള്ളതുണ്ട് കേട്ടോ. നമ്മളെ കുട്ടികൾക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള പിന്നെ ചോക്ലേറ്റിന്റെ കുക്കീസ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പൊ ഇതാക്കുന്ന പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചിപ്സ് ആണ് കേട്ടോ നോക്കുന്നത്. ചിപ്സ് എന്ന് പറയുമ്പോൾ ഇത് കണ്ടില്ലേ, ഓലവട എന്താ നമ്മൾ പറയാ, അങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ മൊത്തം ഉള്ളത്. പിന്നെ മുറുക്ക് ഉണ്ടോ, സദാ മുറുക്ക് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ. പല തരത്തിലും പല ടേസ്റ്റിലുള്ള മുറുക്കുകളുണ്ട്. പിന്നെ നമ്മളെ മലയാളികൾ മിക്സർ ഇല്ലാത്തൊരു ചായ കുറവായിരിക്കൂലേ. അപ്പൊ ഇതാ പല തരത്തിലുള്ള മിക്സറുകൾ ഉണ്ട് കേട്ടോ. പച്ച കളറിലും മഞ്ഞ കളറിലും അതേപോലെ മുട്ടന്റെ മിക്സറും അങ്ങനെ പല തരത്തിലുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വർത്തായക്ക, നമ്മുടെ വർത്തായക്ക എന്താ പറയുക, നമ്മൾ ചിപ്സ് ഇല്ലേ, അത് പലതരത്തിലും കട്ട് ചെയ്തു അല്ലാതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതായത് മസാല കടല ഉണ്ടല്ലോ, നമ്മളെ സാധാ കടല, അത് ബോക്സ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കേക്കുകൾ ഐറ്റംസുകൾ കേട്ടോ. ഇത് കണ്ടോ, ഇത് പൊട്ടാറ്റോന്റെ ചിപ്സ് കേട്ടോ. നല്ല ക്രിസ്പി തന്നെ ആയിരിക്കും, ഇത് കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ അതൊക്കെ നമ്മൾ ഏകദേശം കണ്ടുവരുന്ന ചിപ്സുകൾ തന്നെയാണ്, എന്നാലും പല ടേസ്റ്റിലുള്ളതായിരിക്കും കേട്ടോ. അപ്പൊ അതാ കണ്ടില്ലേ, പല കളറിലും പല ടേസ്റ്റ്. ഇത് നമ്മളെ ചുക്കപ്പത്തിന്റെ വേറൊരു മോഡൽ കേട്ടോ. ഇത് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി എടുക്കാനാണ് പണി. കണ്ടോ, കടല നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പൊ പിന്നെ ഒരുവിധം ഐറ്റംസും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ ഞാനിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജാം ജൂമിലുള്ള ഒരു ചെറിയൊരു ഷോപ്പാണ് കേട്ടോ. ഒരു ബേക്കറിന്റെ മാത്രമുള്ള ഒരു ഷോപ്പ് മാത്രമാണ്. അപ്പൊ ബാക്കിയുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇതിന്റെ പിറകിലായിട്ട് ഇടാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഇതൊരു ബേക്കറിന്റെ ഒരു ഷോപ്പ് മാത്രമാണ് ഇപ്പൊ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. നമ്മളെ ആട്ടന്റെ കുബൂസാണ്. എങ്ങനെയുണ്ട്, ഓരോരോ സാധനം നമ്മൾ കാണുമ്പോൾ തന്നെ ഓരോന്ന് പൊട്ടിച്ച് കഴിക്കാൻ തോന്നുന്ന ആ ഒരു രീതിയിലുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പൊ എന്തായാലും എല്ലാവരും ഇതേപോലെ തന്നെ ഒക്കെയാണ് പേക്കാക്കി വെക്കുന്നതെങ്കിലും പാത്രത്തിലൊക്കെ ആക്കി വെക്കുമ്പോൾ ഒന്നും കൂടി ഒരു ഡിഫറെന്റ് ആയിട്ട് തോന്നി കേട്ടോ. ബ്രെഡിന്റെ കൂടെ പിന്നെ നമ്മളെ ഇതുണ്ടല്ലോ, ബെന്ന്, ക്രീമിന്റെ ബെന്നുകൾ, ആ ഒരു ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ. അതേപോലെ നമുക്ക് ബർഗറൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ബെന്നുകളും അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വേറെ ഒരു സെക്ഷൻ തന്നെയാണ്. സ്വീറ്റ് ബണ്ണുണ്ട്, അല്ലാത്ത ബണ്ണൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ
കുബൂസ് ഈ മോഡൽ ഇങ്ങനത്തെ സാധാ കുബൂസ് ഉണ്ട് കേട്ടോ. ഇത് പിന്നെ നമ്മളെ കോക്കനട്ട് ബണ്ണുണ്ടല്ലോ, ആ ഒരു ബണ്ണാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ആണല്ലോ കഴിക്കാൻ. ഇത് പിന്നെ നമ്മളെ കുബൂസിന്റെ ഇത് പിന്നെ അതാക്കുന്ന കണ്ടില്ലേ, ഈ ഒരു പിന്നെ ബ്രെഡ് കണ്ടില്ലേ, ഇത് നമ്മളെ ഗോതമ്പിന്റെ ബന്നാണ് കേട്ടോ. ഇത് നല്ല നേരത്തെ കാണിച്ച ആ ഒരു ബന്നിനെ പോലെ തന്നെ നല്ല ക്വാണ്ടിറ്റി ഉള്ള സൈസാണ് കേട്ടോ. കാണുമ്പോൾ പെട്ടെന്ന് ചോക്ലേറ്റിന്റെ ബന്നാണെന്ന് വിചാരിച്ചിട്ടോ. ഇത് പിന്നെ നമ്മളെ സാധാ ബന്ന് തന്നെ നല്ല വലുപ്പത്തിലുള്ള. അപ്പൊ ഇത്രയൊക്കെയുള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇത് സ്പോട്ട് വരുന്നത് നമ്മുടെ കോഴിക്കോട് കല്ലായി റോഡുമലാണ്. ജാം ജോൺ എന്ന് പറഞ്ഞ ഹൈപ്പർ മാർക്കറ്റ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.